ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്ക് നൽകാത്തതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ബോർഡിന്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ല എന്ന ദേവസ്വം ബെഞ്ച് കൂടുതൽ സാവകാശം നൽകാനാവില്ല എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. യഥാസമയം കണക്ക് നൽകിയില്ല എങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, റെക്കോർഡിക്കലി ഇതെല്ലാം അവൈലബിൾ ആണ്. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സകല ചിലവുകളും, അതായത് വരവ് ചിലവ് കണക്കടി, അതെല്ലാം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ റെക്കോർഡുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നൽകാൻ ഇത്ര തടസ്സം? ഹൈക്കോടതി എങ്ങനെയാണ് ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്? രേഷ്മ. അശ്വതി, നേരത്തെ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്താനായിട്ട് അനുമതി കൊടുത്ത വേളയിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ച ഒരു ഉപാധി അല്ലെങ്കിൽ വ്യവസ്ഥയാണ് കൃത്യമായിട്ട് വരവ് ചെലവ് കണക്കുകൾ നൽകണം. അതും പരിപാടി പൂർത്തിയായി 45 ദിവസത്തിനകം തന്നെ ഈ കണക്കുകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു അന്ന് നിശ്ചയിച്ച വ്യവസ്ഥ. പക്ഷെ ആ വ്യവസ്ഥയൊക്കെ തന്നെ പാടെ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഈ 4 മാസം പിന്നിടുമ്പോഴും സെപ്റ്റംബർ 20-ാം തീയതിയാണ് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടന്നത്. പക്ഷേ ഈ 4 മാസം പിന്നിടുമ്പോഴും കൃത്യമായിട്ട് വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എതിരെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ബോർഡിന്റെ വിശദീകരണത്തിൽ ഒരു ഘട്ടത്തിലും തൃപ്തികരമില്ല. വിശദീകരണം അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കൂടുതൽ സാവകാശം ഇനിയും നൽകാനാകില്ല എന്നുള്ള ഒരു പരാമർശവും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. യഥാസമയം കണക്കുകൾ നൽകിയില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും സെപ്റ്റംബർ 20-ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ഇപ്പോഴും ദേവസ്വം ബോർഡിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും 1 മാസം കൂടി സാവകാശം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. ഇതൊരു അന്ത്യശാസനമായിട്ടാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 1 മാസത്തിനുള്ളിൽ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ അതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഏത് വിധത്തിലാണ്, അതിന്റെ കൃത്യമായിട്ടുള്ള ഓഡിറ്റ് പൂർത്തീകരിച്ച കണക്കുകളാണ് സമർപ്പിക്കപ്പെടേണ്ടത്. നേരത്തെ ദേവസ്വം ബോർഡിന്റെ പണം എടുക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി അറിയിച്ചെങ്കിലും പിന്നീട് 3 കോടിയോളം രൂപ ആദ്യഘട്ടത്തിൽ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ദേവസ്വം ഫണ്ടായിട്ട് ഉപയോഗിച്ചു. പിന്നീട് അത് തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം. പക്ഷേ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. പക്ഷേ 1 മാസം കൂടി സാവകാശം ഈ കണക്കുകൾ സമർപ്പിക്കാനായിട്ട് ഹൈക്കോടതി നിലവിൽ നൽകിയിരിക്കുകയാണ്. 1 മാസത്തിന് ശേഷം ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അശ്വതി. ശരി രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. ഹൈക്കോടതിയുടെ അന്ത്യശാസനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേരെ ഈ വരവ് ചിലവ് കണക്കുകൾ ഇനിയും നൽകിയില്ല എങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.